എല്ലാവർക്കും AS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ചോദിക്കുമ്പോൾ വളരെയധികം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് y ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, y ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ചിലപ്പം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കൊടുത്തിരിക്കും. ഓക്കെ ആണല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് y ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കൊടുത്തിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആക്കി മാറ്റണം. അതിനുശേഷം വീണ്ടും ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും എന്താക്കി മാറ്റണം, y ആക്കി മാറ്റണം. അങ്ങനെ നിങ്ങൾക്ക് നിലവിൽ y കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. കാരണം ഇത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയതുകൊണ്ട് അവിടെ ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ കണ്ടീഷൻ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഇനിഷ്യൽ കണ്ടീഷനും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ ആണല്ലോ. പറഞ്ഞ എന്താണ്, ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആക്കി മാറ്റണം. ഓക്കെ, വീണ്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് വേണ്ടത് y അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് വീണ്ടും കിടക്കുന്നത്. അപ്പോൾ വീണ്ടും അവിടെ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ y ആക്കി മാറ്റണം. ഓക്കെ, ഇനി ചിലപ്പോൾ ഇത് നമുക്കിവിടെ 3 സ്റ്റെപ്പാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻ്റഗ്രേഷൻ മാത്രം ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് y എഴുതാനായിട്ട് സാധിക്കും. ഓക്കെയുള്ള ഈ 2 കേസാണ് നമുക്ക് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ ചോദിക്കുന്നത്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആക്കി മാറ്റുക, വീണ്ടും ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് y ആക്കി മാറ്റുക. ഓക്കെ, ഇവിടെ 2 സ്റ്റെപ്പാണ് വരുന്നത്. ഇനി സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് വരുന്നത്. പ്രോബ്ലം ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സോൾവ് ദ വെക്റ്റർ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഫോർ y ബൈ ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് യൂസിങ് ദി ഇനിഷ്യൽ കണ്ടീഷൻ ടു ഫൈൻഡ് ദ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y∬t ഈസ് ഈക്വൽ ടു i പ്ലസ് e⁻t j. അതായത് ഇത് വെക്റ്റർ ആണല്ലോ, വെക്റ്റർ ആയതുകൊണ്ട് ij എന്ന് പറയുന്ന ടൈമിൽ കിടക്കുന്നത്. ഓക്കെ, ഇനിഷ്യൽ കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. y0 ഈസ് ഈക്വൽ ടു 2i, അതുപോലെ y'0 ഈസ് ഈക്വൽ ടു j. ഇത് രണ്ടും ഇനിഷ്യൽ കണ്ടീഷനാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനാണ് നമുക്ക് എന്താക്കി മാറ്റേണ്ടത്, ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, y ആക്കി മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ നമ്മൾ y ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് y ഫൈൻഡ് ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റിംഗ് ചെയ്യുക, അതേപോലെ തന്നെ ഇനിഷ്യൽ കണ്ടീഷനും അപ്ലൈ ചെയ്യുക. അതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ y കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻസ് വരത്തില്ലേ. ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്ത ശേഷം കോൺസ്റ്റൻസ് ഇടാറുണ്ട്. അപ്പോൾ C1 C2 അല്ലെങ്കിൽ i എന്ന് പറഞ്ഞ കോൺസ്റ്റൻസ് ഇടാറുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പാർട്ടാണ് വരുന്നത്. നിങ്ങൾ y ഫൈൻഡ് ചെയ്യുക, അതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഗീവൺ ആയിട്ട് തന്നിരിക്കുന്നത് എന്താണ്, y'(t) ഈസ് ഈക്വൽ ടു i പ്ലസ് e⁻t j. ഓക്കെ, തന്നിരിക്കുന്ന കാര്യം ഞാൻ അതുപോലെ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് y ആക്കി മാറ്റണമെങ്കിൽ ഫസ്റ്റ് എന്താക്കി മാറ്റണം, ഈ സെക്കൻഡ് ഓർഡറിനെ ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓർഡറിനെ ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റിംഗ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, ഇൻ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റിംഗ് സിമ്പിൾ കൊടുക്കുക. ഓക്കെ, നമുക്ക് ടിയുടെ ടൈമിലാണ് കിടക്കുന്നത്, സോ dt ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ വരും, j/dt. ഓക്കെ ആണല്ലോ, വേറെ ഒന്നല്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് 2 ഞാൻ ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നൊക്കെ നമുക്ക് ഡബിൾ ഡേഷനെ സിംഗിൾ ഡേഷ്, അതായത് സെക്കൻഡ് ഓർഡറിനെ ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റിംഗ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ y'(t) എന്തായിട്ട് മാറും, y'(t) ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ, പിന്നെ dt ആവശ്യമില്ല, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡബിൾ ഡേഷൻ എന്താക്കി മാറ്റി, സിംഗിൾ ഡേഷ് മീൻസ് സെക്കൻഡ് ഓർഡറിനെ ഫസ്റ്റ് ഓർഡർ ആക്കി മാറ്റി. ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ ടിക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി 2 ടൈം വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രൽ കൊടുക്കുക അല്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമിന് i
ഡി ടി, ടിക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ സൈൻ പ്ലസ് ആണ്. അടുത്ത സെക്കൻഡ് ടൈം അതുപോലെ എഴുതുക, ഇൻ്റഗ്രൽ ഇ ടി ഇ റൈസ് ടു ടി ജെ ഡി ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒയ് ഡാഷ് ഓഫ് ടി ഞാൻ അതുപോലെ തന്നെ എഴുതി ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കോ, ഇവിടെ നമ്മൾ ഐ എന്ന് പറയുന്നത് നമ്മുടെ വെക്റ്ററാണ് അല്ലേ. അപ്പോൾ നമുക്ക് ടിക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടിയുടെ ടൈം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഐനെ കോൺസ്റ്റൻറ്റ് മീൻസ് ഐ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഡി ടി എന്ന് വരും പ്ലസ് ഇ റൈസ് ടു ടി ജെ ഡി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയോ, ഇവിടെ നമ്മുടെ ടിക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടിയുടെ ടൈമിനെ മാത്രം ഇൻ്റഗ്രേഷൻ്റെ അകത്തിട്ടാൽ മതി. അപ്പോൾ ഇ റൈസ് ടു ടി ആണ് ടിയുടെ ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ജെ എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻ്റ് ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഡി ടി എന്ന് വരും. ഇത്രയൊക്കെയാണല്ലോ ഈ സ്റ്റെപ്പ് ഞാൻ ചെയ്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കോൺസ്റ്റൻസ് ആയ ഇവിടെ ടിക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റൻസ് ഐ ആണ്. സോ ഐനെ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. അതുപോലെ ഇവിടെ നിന്ന് ജെയിനെ ഔട്ട് സൈഡ് എടുത്തു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒയ് ഡാഷ് ഓഫ് ടി അതുപോലെ തന്നെയാണ് എഴുതുന്നത് ഈസ് ഈക്വൽ ടു ഐ ഞാൻ അതുപോലെ എഴുതി. ഇൻ്റഗ്രൽ ഡി ടി എന്താണ്? ടി ആണല്ലോ. ഓക്കെ, പ്ലസ് ജെ അതുപോലെ എഴുതി. ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി എന്ത് തന്നെയാണ്? ഇ റൈസ് ടു ടി തന്നെയാണ് അല്ലേ. ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇ റൈസ് ടു ടി തന്നെയാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. വൈ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഐ എന്ന് എഴുതുകയാണ്. വെക്ടറിനെ ഞാൻ ലാസ്റ്റ് എഴുതുകയാണ്. പ്ലസ് അടുത്ത് ഇ റൈസ് ടു ടി ജെ. വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വെക്ടറിനെ ഞാൻ ലാസ്റ്റ് എഴുതി. ഫസ്റ്റ് ടി എഴുതി, ടി ഐ പ്ലസ് ഇ റൈസ് ടു ടി ജെ. ഓക്കെ, ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ പ്ലസ് കോൺസ്റ്റൻറ്റ്, ഞാൻ കോൺസ്റ്റൻറ്റ് ഇവിടെ C1 ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ നോക്കി, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വന്നു. കോൺസ്റ്റൻറ്റ് ഏതാണ്? C1 ആണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? ഇവിടെ യൂസിങ് ദ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഇതെന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഏത് കണ്ടീഷൻ കൊടുക്കും? ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്ന ഇനിഷ്യൽ കണ്ടീഷൻ ഇതല്ലേ, വൈ ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ജെ. അപ്പോൾ നോക്കിയോ, നമുക്ക് വൈ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഐ പ്ലസ് ഇ റൈസ് ടു ടി ജെ പ്ലസ് C1 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വൈ ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞ ഇനിഷ്യൽ കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ വൈ ഓഫ് ടി ആണ്, പക്ഷേ ഇവിടെ വൈ ഡാഷ് ഓഫ് 0 ആണ്. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 0 ആണ്. അപ്പോൾ ഞാൻ ടിയുടെ സ്ഥാനത്ത് 0 കൊടുക്കുകയാണ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ടിയുടെ ടൈമിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈ ഡാഷ് ഓഫ് ടി ആയതുകൊണ്ടാണ് ടിയുടെ ടേംസിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്തായി? ക്വസ്റ്റ്യന് വൈ ഡാഷ് ഓഫ് 0 ആണ് കൊടുത്തിരിക്കുന്നത്. 0 മീൻസ് ടിയുടെ പ്ലേസിലാണ് ഇവിടെ 0 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ തൊട്ട് മുമ്പ് കിട്ടിയ ആൻസറിൽ ടി എവിടെയൊക്കെയാണ് വരുന്നത് അവിടേക്ക് എന്ത് അപ്ലൈ ചെയ്യുക? 0 അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ടി വരുന്നില്ലേ, അപ്പോൾ ഞാൻ 0 ഐ എന്ന് കൊടുക്കുകയാണ്. പ്ലസ് കൊടുത്തു. അടുത്ത് ഇ റൈസ് ടു ടി ജെ. ഓക്കെ, ഇവിടെയും ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അതുപോലെ എഴുതി റൈസ് ടു 0 ജെ എന്ന് കൊടുക്കാം. ടിയുടെ പ്ലേസിൽ 0 കൊടുത്തു. പ്ലസ് C1 അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം വൈ ഡാഷ് ഓഫ് 0 എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വൈ ഡാഷ് ഓഫ് 0 എന്താണ്? ജെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൈ ഡാഷ് ഓഫ് 0യുടെ സ്ഥാനത്ത് ജെ കൊടുക്കുകയാണ്. ഇത് ക്ലിയർ ആയോ? വേറെ ഒന്നുമല്ല, നമ്മൾ തൊട്ട് മുമ്പ് വൈ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചു. നമുക്ക് അപ്പോൾ കോൺസ്റ്റൻറ്റ് വന്നു. സോ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഇനിഷ്യൽ കണ്ടീഷൻ സെലക്ട് ചെയ്യണം നോക്കണം. വൈ ഡാഷ് ആയതുകൊണ്ട് ഈ കണ്ടീഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ടിയുടെ സ്ഥാനത്ത് ഞാൻ 0 കൊടുത്തു. ഓക്കെ, ടി എവിടെയൊക്കെയാണ് വരുന്നത് അവിടെയൊക്കെ 0 നമ്മൾ കൊടുത്തു. അതിനുശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വൈ ഡാഷ് ഓഫ് 0 അവിടെ ജെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വൈ ഡാഷ് ഓഫ് 0യുടെ സ്ഥാനത്ത് ഞാൻ ജെ എന്ന് എഴുതി. 0 ഇൻറ്റു ഐ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ, 0 പ്ലസ് ഇ റൈസ് ടു 0 എന്താണ്? എനി നമ്പർ റൈസ് ടു 0 1 ആണ്. സോ 1 ഇൻറ്റു ജെ പ്ലസ് C1. ഓക്കെ ആണല്ലോ. ഇനി 0 പ്ലസ് ജെ എന്ത് തന്നെയാണ്? ജെ തന്നെയാണ് അല്ലേ. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു ജെ പ്ലസ് C1. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് C1 ഇനി ഫൈൻഡ് ചെയ്യാം. C1 ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കി നമുക്ക് C1 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അടുത്ത എന്തുണ്ട്? പ്ലസ് ജെ ഉണ്ട്. പ്ലസ് ജെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? മൈനസ് ജെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ജെ ഉണ്ട്. അപ്പോൾ ജെ മൈനസ് ജെ എന്തായിട്ട് മാറും? 0. ഓക്കെ, അപ്പോൾ നമുക്ക് C1 ഫൈൻഡ് ചെയ്തു. ഫസ്റ്റ് കോൺസ്റ്റൻ്റ് ആയ C1 ഫൈൻഡ് ചെയ്തു. കിട്ടിയ ആൻസർ എന്താണ്? 0 ആണ്. ഓക്കെ, നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ അല്ലേ, C1ൻ്റെ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. ഈ ഇക്വേഷൻ 1ലേക്ക് നമ്മൾ ഇപ്പോൾ കിട്ടിയ C1ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ C1ൻ്റെ സ്ഥാനത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ C1ൻ്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ 0 ആയതുകൊണ്ട് നമുക്ക് ഈ ടൈമിനെ മാറ്റി കളയാം. അടുത്ത സ്റ്റെപ്പിൽ വൈ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഐ പ്ലസ്
ഇ റൈസ് ടു ടി ജെ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇപ്പോഴും നമുക്ക് ഒയ് ഡാഷ് ഓഫ് ടി ആണ് നിൽക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് എന്താണ് ക്വസ്റ്റ്യനിൽ? ഒയ് ഓഫ് ടി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ആണല്ലോ. അപ്പോൾ ഒയ് ഓഫ് ടി കിട്ടിയോ? ഇല്ല. ഒയ് ഡാഷ് ഓഫ് ടി ആണ് നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഒയ് ഓഫ് ടി ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ മാറ്റണ്ടേ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാറ്റാനായിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റിംഗ് ചെയ്യണം. സോ എഗെയിൻ ഇൻറ്റഗ്രേറ്റിംഗ്. വീണ്ടും ഞാൻ ഇൻറ്റഗ്രേറ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? ഇൻറ്റഗ്രേഷൻ്റെ സിമ്പിൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, രണ്ടിടത്തും ഇൻറ്റഗ്രേഷൻ്റെ സിമ്പിൾ അപ്ലൈ ചെയ്യുക. ടി ഐ പ്ലസ് ഇ റൈസ് ടു ടി ജെ ഡി ടിയുടെ ടൈമിലാണ് ഇരിക്കുന്നത്. സോ ഡി ടിക്കാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതായത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ സ്റ്റെപ്പിൽ നമുക്ക് ഒയ് ഓഫ് ടി ആണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഒയ് ഡാഷ് ഓഫ് ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാറ്റാനായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ചെയ്യണം. സോ രണ്ടിടത്ത് ഞാൻ ഇൻറ്റഗ്രേഷൻ്റെ സിമ്പിൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ എന്താക്കി മാറ്റാനാണ്? ഒയ് ഓഫ് ടി ആക്കി മാറ്റാനാണ് നമ്മൾ എന്ത് ചെയ്ത് ഇൻറ്റഗ്രേറ്റിംഗ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒയ് ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കി, ഇവിടെ 2 ടേം വരെയാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ടി ഐ ഡി ടി പ്ലസ് ഫസ്റ്റ് ടേം ഞാൻ അതുപോലെ എഴുതി. അടുത്ത സെക്കൻഡ് ടേം എന്താണ്? ഇ റൈസ് ടു ടി ജെ ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഇ റൈസ് ടു ടി ജെ ഡി ടി. 2 പേർക്കും 2 ടേം വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം ടി ഐ ആണ്, ഡി ടിക്കാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഡി ടി കൊടുത്തു, പ്ലസ് സെൻട്രൽ സൈൻ പ്ലസ് ആണ്. സെക്കൻഡ് ടൈം ഇ റൈസ് ടു ടി ജെ ആണ്. സോ ഇ റൈസ് ടു ടി ജെ ഡി ടി ഇൻറ്റഗ്രേഷൻ സിമ്പിൾ കൊടുക്കുക ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യാം. വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇവിടെ ഫസ്റ്റ് നോക്കിക്കോ, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഏതാണ്? നമ്മൾ ടിക്കാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടിയുടെ ടേമിനെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഔട്ട് സൈഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഏതാണ്? ഐ ആണ്. സോ ഐന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, ബാക്കി എന്തുണ്ട്? ഐ പോയി കഴിഞ്ഞാൽ ബാക്കി ടി ഡി ടി ഉണ്ട്. പ്ലസ് ഇവിടെ വരുമ്പോഴത്തേക്കും ടിയുടെ ടൈം മാത്രം നിലനിർത്തുക. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ജെ ആണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്. സോ ജെനെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ഇൻറ്റഗ്രൽ ഇ റൈസ് ടു ടി ഡി ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഒയ് ഓഫ് ടി ഞാൻ അതുപോലെ എഴുതി, ഈസ് ഈക്വൽ ടു ഐ അതുപോലെ എഴുതി. ഇൻറ്റഗ്രൽ ടി ഡി ടി. ഇൻറ്റഗ്രൽ ടി എന്ന് പറയുന്നത് എന്താണ്? ടി സ്ക്വയർ ബൈ 2 അല്ലേ? ഇൻറ്റഗ്രൽ ടി റൈസ് ടു 1 അല്ലേ? നിങ്ങൾ മറ്റേ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഏത് ഫോർമുലയാണ്? ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് വരികയാണെങ്കിൽ എന്താണ്? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ, ഈ ഒരു ഫോർമുലയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻറ്റഗ്രൽ ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ടി സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, ഇനി ടി സ്ക്വയർ വരികയാണെങ്കിൽ ടി ക്യൂബ് ബൈ 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, പ്ലസ് ജെ അതുപോലെ എഴുതി. ഇൻറ്റഗ്രൽ ഇ റൈസ് ടു ടി, വീണ്ടും ഇൻറ്റഗ്രൽ ഇ റൈസ് ടു ടി എന്ത് തന്നെയാണ്? ഇ റൈസ് ടു ടി തന്നെയാണ്. ടേബിൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് ഞാൻ. ഒയ് ഓഫ് ടി അതുപോലെ എഴുതി. ഞാൻ പറഞ്ഞില്ല വെക്ടറിനെ ഞാൻ ലാസ്റ്റ് എഴുതുകയാണ്. സോ ടി സ്ക്വയർ ബൈ 2 ഐ ലാസ്റ്റ് എഴുതി. പ്ലസ് ഇവിടെയും ജെനെ ലാസ്റ്റ് എഴുതുകയാണ്. സോ ഇ റൈസ് ടു ടി ജെ. ഓക്കെ ആണല്ലോ. നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു. സോ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരത്തില്ലേ? സോ കോൺസ്റ്റൻറ്റ് ഏതാണ്? ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് C2, സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത് നമുക്ക് വീണ്ടും കോൺസ്റ്റൻറ്റ് വന്നു. സോ കോൺസ്റ്റൻറ്റ് വീണ്ടും ഫൈൻഡ് ചെയ്യണം അല്ലേ? കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഇവിടുത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? ഓക്കെ, ഇവിടുത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒയ് ഓഫ് 0 = 2i ഉണ്ട്, ഒയ് ഡാഷ് ഓഫ് 0 = j. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പ് അല്ലേ? അപ്പോൾ ഇനി ഉള്ളത് എന്താണ്? ഒയ് ഡാഷ് ഓഫ് 0 = 2i ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. വൈ ഓഫ് 0 = 2i. നമുക്കറിയാം വൈ ഓഫ് ടി നമുക്ക് ടിയുടെ ടൈംസിലാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ എന്താണ്? ടിയുടെ പ്ലേസിൽ ഇവിടെ എന്താണ് വരുന്നത്? 0 ആണ് വരുന്നത്. ഓക്കെ, ഞാൻ അപ്പോൾ അതുപോലെ തന്നെയാണ് എഴുതുന്നത്. ഇനിഷ്യൽ കണ്ടീഷൻ കൊടുക്കുകയാണ് വൈ ഓഫ് 0. ഓക്കെ, ഇവിടെ ടിയുടെ പ്ലേസിൽ ടി ആയതുകൊണ്ടാണ് ഇവിടെ ടി സ്ക്വയർ ബൈ 2 ഇവിടെ ഇ റൈസ് ടു ടി വന്നത്. ഇവിടെ ടിയുടെ പ്ലേസിൽ എന്താണ് വന്നിരിക്കുന്നത്? 0 അല്ലേ? അപ്പോൾ ടി എവിടേക്കാണ് വരുന്നത് അവിടേക്ക് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ 0 സ്ക്വയർ ബൈ 2. ടിയുടെ പ്ലേസിൽ ഞാൻ 0 കൊടുത്തു. ഐ പ്ലസ് അടുത്ത ഇ റൈസ് ടു ടി ആണ് വരുന്നത്. ടിയുടെ പ്ലേസിൽ വീണ്ടും എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. 0 ജെ പ്ലസ് C2. ഓക്കെ ആണല്ലോ. ബാക്കിയെല്ലാം അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിയോ ഒയ് ഓഫ് 0 അതുപോലെ എഴുതി, ഈസ് ഈക്വൽ ടു 0 സ്ക്വയർ ബൈ 2 എന്ത് തന്നെയാണ്? 0 തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ ടൈം നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്ത് ഇ റൈസ് ടു 0 എന്താണ്? ഈ ടൈം ഇത്ര എന്തായിട്ട് പോവുകയാണ്? 0 ആയിട്ട് പോവുകയാണ്. പ്ലസ് ഇ റൈസ് ടു 0 ഇനി നമ്പർ റൈസ് ടു 0 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1 × j പ്ലസ് C2.
ഇനി ശ്രദ്ധിക്കേണ്ടത് y(0) എത്രയാണ് ക്വസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 2i ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ y(0)യുടെ സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് എഴുതാം, 2i എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 0 + j എന്താണ്, j തന്നെയാണ്, പ്ലസ് C2. ബാക്കിയെല്ലാം അതുപോലെ ഞാൻ എഴുതുകയാണ്. നമുക്ക് വേണ്ടത് C2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ C2 ഈസ് ഈക്വൽ ടു C2യുടെ അടുത്ത് ആരുണ്ട്, പ്ലസ് ജെ ആണ്. പ്ലസ് ജെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും, -j ആയിട്ട് മാറും. സോ 2i ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, 2i - j ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ C2യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഈ C2യുടെ വാല്യൂ, അതായത് സെക്കൻഡ് കോൺസ്റ്റൻറ്റ് കിട്ടി. ആ സെക്കൻഡ് കോൺസ്റ്റൻറ്റ് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ആ സെക്കൻഡ് ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്തു, C2യുടെ സ്ഥാനത്ത് നോക്കിയാൽ മതി. സെക്കൻഡ് ഇക്വേഷനിൽ C2യുടെ സ്ഥാനത്ത് ഞാൻ 2i - j അപ്ലൈ ചെയ്തു. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ നോക്കാൻ പോകുന്നു. നോക്കി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അതായത് ഐയുടെ ടേംസിനൊക്കെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്, അതുപോലെ ജെയുടെ ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി ഐയുടെ ടേംസ് എവിടെയൊക്കെ ഉണ്ട്, ഫസ്റ്റ് ടേമിൽ ഐ ഉണ്ടല്ലോ. സോ t²/2. അപ്പോൾ നമുക്ക് ഐനെ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. ഇവിടെ t²/2 ഉണ്ട്. അടുത്ത ഐയുടെ ടേം എന്താണ്, +2i ആണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഐനെ ഔട്ട്സൈഡ് എടുക്കുന്നതുകൊണ്ട് +2 എന്ന് മാത്രമാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ഐനെ ഔട്ട്സൈഡ് എടുക്കാം. ഇനി ഐനകത്ത് കയറ്റിക്കാം. അപ്പോൾ എന്ത് വരും, t²/2 × i കിട്ടിയില്ലേ. അതുപോലെ +2i കിട്ടുമല്ലോ. ജസ്റ്റ് ഐനെ ഔട്ട്സൈഡ് എടുത്ത് കോമൺ ആയിട്ട് വരുന്നത് ടേമിനെ നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ രണ്ട് ടേമിലും കോമൺ ആയിട്ട് എന്തുണ്ട്, ജെ ഉണ്ട്. സോ ജെനെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. അങ്ങനെ ജെനെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ബാക്കി എന്ത് കിട്ടും, ഇവിടെ നിന്ന് ജെ പോയി കഴിഞ്ഞാൽ e⁻t. ഓക്കെ, ഇവിടെ നിന്ന് ജെ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്, -1 ആണ് വരുന്നത്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് -1 എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, സെക്കൻഡ് ഡെറിവേറ്റീവാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, y(t) കിട്ടി. ഓക്കെ, അതുപോലെ നമുക്ക് കോൺസ്റ്റൻസ് ഒക്കെ വന്നു. കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇനിഷ്യൽ കണ്ടീഷനും അപ്ലൈ ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതേ ഓർഡറിൽ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.